വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 4 വെറൈറ്റി ഇഫ്താർ ഡ്രിങ്ക്സ് റെസിപ്പീസും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4ഉം നാരങ്ങ വെള്ളമാണ്, 4 വെറൈറ്റി നാരങ്ങ വെള്ളമാണ് നമ്മൾ പാർട്ടികളിലും അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ എന്നാൽ നമുക്ക് റെസിപ്പീസിലോട്ട് പോകാം. അപ്പോൾ 4 വെറൈറ്റി നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലോട്ട് ആ കളർ കൊടുക്കാനായിട്ടുള്ള നമ്മൾ നാച്ചുറലായിട്ടുള്ള ചേരുവകളൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യത്തേത് അരക്കഷ്ണം ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിൻറ്റ് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ്, അതായത് പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ്റെ കുരു കളഞ്ഞിട്ട് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമ്മൾ ജ്യൂസ് എടുക്കണം, ചിലത് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം, ചിലത് നേരിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എല്ലാം ജ്യൂസാക്കി എടുത്തിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ജ്യൂസ് എടുക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെയാണ്. അപ്പോൾ ഓറഞ്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഓറഞ്ച് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം ചിലപ്പം ഒരു ഓറഞ്ച് മൊത്തത്തിൽ വേണ്ടിയിട്ട് ഞാൻ അരക്കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു കപ്പിലോട്ടുള്ള മെഷർമെൻറ്റ്സ് ആട്ടോ പറയുന്നത്, എല്ലാം ഒരു കപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഓറഞ്ചിൻ്റെ നീരെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മിൻറ്റ് ലീവ്സ് ആണ്. അപ്പം കുറച്ച് ഒരു 1/4 കപ്പോളം മിൻറ്റ് ലീവ്സ് എടുക്കുക, അതായത് പുതിനയുടെ ഇല എടുക്കുക, കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് മിൻറ്റ് ലീവ്സ് എടുക്കാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് ആക്കാം. ആ ഒരു നീര് ഇത് മൊത്തത്തിൽ ചേർക്കണം എന്നില്ല കേട്ടോ, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് തണ്ണിമത്തനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതും കുരു ഇല്ലാണ്ട് നോക്കണം കേട്ടോ, കുരു ഇല്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക. എന്നിട്ട് ഒന്ന് ബ്ലെൻഡറിൽ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഇത് പിങ്ക് ലൈമാട്ടോ. അപ്പോൾ തണ്ണിമത്തനക്ക് പകരം നിങ്ങൾക്ക് പോംഗ്രനേറ്റും എടുക്കുക കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി, ആ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതും അരിപ്പയിലൂടെ അരച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കേട്ടോ, വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, അപ്പോൾ ബ്ലെൻഡായി കിട്ടില്ല. എന്നിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റിൻ്റെ നീരും കിട്ടി. അപ്പോൾ ഇത് ക്യാരറ്റ് ലൈം കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെ പേരുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 5 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ 4 റെസിപ്പീസ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഇങ്ങനെ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് സോക്ക് ചെയ്ത് വെച്ചതാണ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പിന്നെ ചെറുനാരങ്ങയുടെ നീര് വേണം. എല്ലാത്തിലും കൂടി നമുക്ക് ആവശ്യമുള്ളത് ചെറുനാരങ്ങയുടെ നീരാണ്. അതും ഒരു 2 ചെറുനാരങ്ങ, ചെറിയ ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നാരങ്ങകളൊക്കെ കലക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പഞ്ചസാര കലങ്ങി കിട്ടാത്ത പ്രശ്നമാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുക. അത് സിറപ്പാക്കണ്ട കേട്ടോ, ചൂടാക്കി എടുത്താൽ മതി. അപ്പം പഞ്ചസാര അതിൽ മെൽറ്റായി കഴിഞ്ഞാൽ ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മാസം 2 മാസമൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കിതുപോലെ വെള്ളം കലക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പഞ്ചസാര അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താണ്, സിറപ്പാക്കിയതല്ല കേട്ടോ, മെൽറ്റാക്കി എടുത്താൽ കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ലൈമും ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാത്തിൻ്റെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചല്ലോ. അപ്പോൾ ആദ്യം ഒരു കപ്പിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നേരെ നമുക്ക് ജ്യൂസ് ആദ്യം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നും ഓരോ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ ആദ്യം ഞാൻ ക്യാരറ്റിൻ്റെ ആണ് ജ്യൂസ് ഒഴിച്ചിട്ടുള്ളത് ഐസ് ക്യൂബ്സിന് ശേഷം. പിന്നെ അതിലോട്ട് 2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് നമ്മൾ മാറ്റി വെച്ചല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കസ്കസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് സിറപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം മധുരമില്ലല്ലോ വേറെ, അപ്പം സിറപ്പ് കുറച്ച് ചേർത്തോളൂ ഇതിൽ. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ലൈം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് കേട്ടോ, ലൈമ്, ക്യാരറ്റ് ലൈമ്. ഭയങ്കര നല്ല ഭംഗിയുള്ള കളറാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിൽ ക്യാരറ്റും അതുപോലെ ചെറുനാരങ്ങ നീരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്കിലോട്ട് പോവാം. ഈ നാരങ്ങ വെള്ളമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ലാസ്റ്റ് മൊമെൻ്റാണ് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പൊക്കെ വരും. അത് ഏത് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ്റെ കേട്ടോ. തണ്ണിമത്തൻ്റെ ജ്യൂസ് ഐസ് ക്യൂബ്സ് ആദ്യം ഇട്ട് കൊടുക്കുക കപ്പിലോട്ട്. എന്നിട്ട് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കസ്കസ് ചേർത്ത് കൊടുക്കുക, സോക്ക് ചെയ്തത്, അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ വേണ്ടത് സിറപ്പാണ്. അത് തണ്ണിമത്തനിൽ ഓൾറെഡി മധുരം ഉണ്ടാകുന്നതുകൊണ്ട് ഒരുപാട് സിറപ്പ് ഒഴിക്കുന്നില്ല.
പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് പഞ്ചസാരയും വെള്ളം കൂടി മിക്സ് ചെയ്തതാണ് പെട്ടെന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിറപ്പ് ആക്കിയിട്ടില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തണ്ണിമത്തൻ, വാട്ടർമെലൺ ലൈം, അല്ലെങ്കിൽ ഇതിനെ പിങ്ക് ലൈം എന്ന് വിളിക്കാം. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിലാണ് ഈ ഒരു ലൈം ഉള്ളത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അടുത്ത നമ്മുടെ മിൻറ്റ് ലൈം ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് മിൻറ്റ് ലീവ്സ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ മിൻറ്റ് ലീവ്സ് ബ്ലെൻഡ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിത് എത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരു കപ്പിലോട്ട്. പിന്നെ 2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. കസ്കസ് സോക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ മിൻറ്റ് ലൈമിൽ നമുക്ക് അത്യാവശ്യം സിറപ്പ് ഒഴിക്കേണ്ടി വരും, കാരണം വേറെ മധുരമൊന്നും ഇല്ലല്ലോ എക്സ്ട്രാ. അപ്പം സിറപ്പ് അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ മിൻറ്റ് ജ്യൂസ് ഒഴിച്ച ശേഷമാണ് ശ്രദ്ധിച്ചത്, കപ്പ് ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ തിന്നാക്കണമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് മിൻറ്റിൻ്റെ ജ്യൂസ് കുറച്ച് കൂടുതലാണ്, എന്നാലും മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു ലൈം. എനിക്ക് പേഴ്സണലി ഇത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഓറഞ്ചും ക്യാരറ്റും വാട്ടർമെലനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ ഇത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മിൻറ്റിൻ്റെ ഫ്ലേവർ കേട്ടോ. അടുത്തത് നമ്മുടെ ഓറഞ്ച് ലൈം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഒരു ലുക്കിലൊന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കപ്പിൻ്റെ അറ്റത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ പഞ്ചസാര ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. എന്നിട്ട് അതിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ. ഞാൻ കപ്പൊന്ന് നമ്മളിങ്ങനെ ഒരു മോടി പിടിപ്പിക്കുമല്ലോ, അങ്ങനെ ചെയ്തതാണ്. അപ്പം അതിലോട്ട് ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഓറഞ്ചിൻ്റെ കൂടെ നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ചേർക്കേണ്ട, കാരണം ഓറഞ്ചിലും ചെറുതായിട്ട് പുളി ഉണ്ടാവുമല്ലോ. പിന്നെ കസ്കസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ സിറപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സിറപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, മധുരം ഉണ്ടാവും ഓറഞ്ചിൽ. അപ്പോൾ അതൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ലൈമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ചെറുനാരങ്ങയും കുറച്ച് ഓറഞ്ചും മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറിൽ നമുക്ക് നാരങ്ങ വെള്ളം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 4 വെറൈറ്റി നാരങ്ങ വെള്ളങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ ചൂട് കാലത്ത് നാരങ്ങ വെള്ളം കുടിക്കാൻ, പ്രത്യേകിച്ച് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇഫ്താർ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പീസാണ്. അപ്പം ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ക്യാരറ്റ് ലൈം തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.